എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അങ്ങനെ അവസാനം ചപ്രി കോമ്പുകൾ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായിരുന്നു പ്രഹസനം? ഓക്കെ, ഞങ്ങളിപ്പൊ കെട്ടുവോ കെട്ടൂലേ കിട്ടിയില്ല അല്ലേ? പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി. എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ റീസൺലി ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ഒരു ഇന്റർവ്യൂവിൽ ഗബ്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പാവൂലേ? ഫ്ലാഷ് ബാക്ക്. ഞാൻ മാത്രം ബാച്ചിലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണേ? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? ഞാൻ സിംഗിൾ ആണ്. ഒരുത്തിയെ മാക്സിമം യൂസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് അവളെ വെച്ച് മുതലാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സ്റ്റിൽ ഐ ആം സിംഗിൾ. സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പ ചാടിക്കളയും. പിന്നെ വേറൊന്ന്, ഇട ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം. അപ്പൊ തട്ടിപ്പാണല്ലേ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. He is single and bachelor and still looking for girls. ചെവിയെ വേദോന്നിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. ജാസ്മിനെ തേച്ചു ഗബ്രി. ജാസ്മിൻ ആണോ തേച്ചത്, ഇവനാണോ തേച്ചതെന്ന് അറിയത്തില്ല. രണ്ടുപേരും തേഞ്ഞ് രണ്ട് വഴിക്ക് പോയെന്നാണ് തോന്നുന്നത്. ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കലും ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് ആ ഒരു ഷിപ്പായിട്ടും തോന്നിയിട്ടില്ല. നിങ്ങളെ സിറ്റുവേഷൻ ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ എന്തോ കുറെ ഷിപ്പുകളൊക്കെ ഇപ്പൊ പുതിയ ഷിപ്പുണ്ട്, ടൈറ്റാനിക് അല്ല, വേറെ ഷിപ്പുകൾ. അപ്പൊ അതുപോലെ എന്തോ ഒരു മുതലെടുപ്പ് സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് നിങ്ങളെ ഷിപ്പിനെ കണ്ടപ്പോ തോന്നിയത്. ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. കുട്ടിക്കാലത്ത് വായിച്ച ഫെയറി ടെയിലിൽ പോലും ഇങ്ങനെ ഒരു തട്ടിപ്പ് കേട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, സ്മാർട്ട് ഓപ്പറേഷൻ. അല്ലാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടോ അങ്ങനെയൊന്നും തോന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ആൻഡ് ത്രോ സെറ്റപ്പ് ആയിരുന്നത് പോലെ ചില സമയത്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ ഇതിനെ കഴപ്പ്, കടി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. എടാ സാമദ്രോഹി, നിനക്ക് ചില്ലറ കടിയൊന്നും അല്ലല്ലടാ.